മലയാളത്തിൻ്റെ പ്രിയ നടൻ ശ്രീനിവാസ സാറ് അന്തരിച്ചുപോയി. നമ്മൾ കൊച്ചുനാൾ മുതലേ ഇദ്ദേഹത്തിൻ്റെ സിനിമകൾ ഞാനൊക്കെ കണ്ട് വരികയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ ഫാമിലിയായിട്ട് പോയി കഥ പറയുമ്പോൾ സിനിമ കണ്ടതൊക്കെ. എൻ്റെ അച്ഛൻ്റെ ഏറ്റവും ഫേവറേറ്റ് നടനായിരുന്നു കേട്ടോ ശ്രീനിവാസൻ സാറ്. അദ്ദേഹത്തിന് നടൻ, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നൊക്കെയുള്ള ടൈറ്റിലുകൾ സ്വന്തമാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം 200ഓളം സിനിമകളിൽ അഭിനയിച്ചു കഴിഞ്ഞു. 69 വയസ്സായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണസമയത്ത് കേട്ടോ. പിന്നെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനം വയ്ക്കുന്നുണ്ട്. അദ്ദേഹം സൈറ്റിലെത്തിയാലും കഥ എഴുതുമെന്നാണ് ശ്രീ മണിയൻ പിള്ള രാജു സാറ് പറഞ്ഞത്. അതുപോലെ സത്യൻ അന്തിക്കാട് സാറും അനുശോചിച്ചു. അദ്ദേഹം കരയുകയുണ്ടായി. പിന്നെ അതുപോലെ ലാൽ സാറും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഷീലാമ്മ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഈ അടുത്ത് അദ്ദേഹം ആനീസ് കിച്ചണിൽ വന്നിരുന്നു. അപ്പോൾ ആ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു. അന്നൊരു മട്ടൺ ബിരിയാണി എങ്ങാണ്ടായിരുന്നു ആനി മാമ ഉണ്ടാക്കി കൊടുത്തത്. നല്ലൊരു ഇൻ്റർവ്യൂ ആയിരുന്നു. ഒപ്പം വൈഫും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ഇൻ്റർവ്യൂവിൽ തിന്മയില്ലാതെ സിനിമ എഴുതാൻ കഴിയില്ല എന്ന് പറയുന്നതായി ശ്രീധരൻ നായർ സാറ് എന്നെ ഓർത്ത് പറയുകയുണ്ടായി ചാനലിൽ. വാർദ്ധക്യ സഹജമായ പ്രശ്നങ്ങൾ മൂലമാണ് അദ്ദേഹം മരണത്തിന് കീഴടങ്ങിയത്. എപ്പോഴത്തെയും പോലെ അസുഖത്തിന് വേണ്ടി ചെക്കപ്പിന് വേണ്ടി പോയപ്പോഴാണ് ശ്വാസ തടസ്സം ഉണ്ടാവുകയും അങ്ങനെ മരണപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.